വെൽക്കം ബാക്ക് നിയോ ഹോം ട്യൂഷൻ. ഡിയർ സ്റ്റുഡൻസ്, ഇന്നലെ നമ്മൾ പാർട്ട് 1 വീഡിയോ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. തീർച്ചയായും പാർട്ട് 1 വീഡിയോ കാണാത്തവരെന്ത് ചെയ്യുക, പാർട്ട് 1 വീഡിയോ പോയി കാണുക. ഇത് അതിൻ്റെ ബാലൻസ് ആണ്. ഇതിൽ നമ്മൾ ഒരു പാർട്ട്ണർ ആബ്സെൻ്റ് ആണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ റൂൾസാണ് അപ്ലൈ ചെയ്യേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമുക്ക് പാർട്ട് 2 വീഡിയോ ആണ് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ, ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് മെത്തേഡ്സ് ഓഫ് പ്രിപ്പയറിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ 2 മെത്തേഡാണ് പ്രിപ്പയർ ചെയ്യാനുള്ളത്. ഒന്ന് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡും ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡുമാണ് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ളത്. വൺസ് അഗൈൻ വെൽക്കം ടു നിയോ ഹോം ട്യൂഷൻ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ടോപ്പിക്കിലേക്ക് പോവാം. ഇന്നലെ നമ്മൾ 5 പോയിൻറ്റ്സ് ആണ് പറഞ്ഞത് അല്ലേ. ഒന്നെന്താണ്, പ്രോഫിറ്റ് ഷെയറിങ് പറഞ്ഞു, അതേപോലെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് പറഞ്ഞു, ഇൻട്രസ്റ്റ് ഓൺ ലോൺ പറഞ്ഞു, റെമ്യൂണറേഷൻ ടു പാർട്ട്നേഴ്സ് പറഞ്ഞു അല്ലേ. തുടങ്ങി കുറച്ച് പോയിൻറ്റ്സ് പറഞ്ഞു. ഇന്ന് അതിൻ്റെ കണ്ടിന്യൂഷനാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ക്ലാസ് ശ്രദ്ധിച്ച് കേൾക്കുക. റെമ്യൂണറേഷൻ ടു പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞാൽ പാർട്ട്ണർഷിപ്പ് ഡീഡ് സൈലൻ്റ് ആണെന്നുണ്ടെങ്കിൽ റെമ്യൂണറേഷൻ്റെ കേസ് എന്താണ്, നോ ആണ്. അത് അവർക്ക് എന്തില്ല, അത് കിട്ടില്ല. ഒരു റെമ്യൂണറേഷനും അവർക്ക് കിട്ടില്ല എന്നതാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സ് എന്ത് ചെയ്യുക, നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, അടുത്ത് നമ്മൾ വേറൊരു ടോപ്പിക്കിലേക്ക് നമ്മൾ പോവുകയാണ്. മെത്തേഡ്സ് ഓഫ് പ്രിപ്പയറിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്നൊരു ടോപ്പിക്കാണ് നമുക്കിപ്പോൾ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ഈ മെത്തേഡ്സ് ഓഫ് പ്രിപ്പയറിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ 2 തരത്തിലുള്ള മെത്തേഡാണ് ഉള്ളത്. അത് നിർബന്ധമായി നമ്മളത് പഠിച്ചിരിക്കണം. ഇത് ആദ്യം ഇത് എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. പിന്നെ ഇതിന് ഡിഫറൻസ് ഉണ്ട്. അത് 4 മാർക്കിന് ചോദിക്കുന്ന ഷുവർ ക്വസ്റ്റ്യനാണ്. പിന്നെ ഈ 2 മെത്തേഡിലും പ്രോബ്ലം ചെയ്യാൻ നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ, നമ്മൾ ആദ്യം മെത്തേഡിലേക്ക് പോകാം. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്, ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് എന്നാണ് പറയുന്നത്. രണ്ടാമത്തെയാണ് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്. ഈ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ, ഫ്ലക്ച്വേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ചേഞ്ചിങ് എന്നാണ് അർത്ഥം. ഓക്കെ, ഇത് മനസ്സിലാക്കേണ്ട ഒന്നാണ്. എന്ത് ചേഞ്ചിങ് ആണ്, എപ്പോഴും ഇത് മാറിക്കൊണ്ടേയിരിക്കും. ഒരവിടെ കോൺസ്റ്റൻ്റ് ആയിട്ട് എന്ത് ചെയ്യില്ല, നിൽക്കില്ല, മാറിക്കൊണ്ടേയിരിക്കും. ചേഞ്ചിങ് ആയതുകൊണ്ട് നമ്മൾ ഒരുപാട് അക്കൗണ്ടുകൾ എന്ത് ചെയ്യും, വരയ്ക്കേണ്ടി വരും. അത് നമുക്ക് പറ്റുമോ, ഇല്ല. അതുകൊണ്ട് നമ്മൾ ഒരേ ഒരു അക്കൗണ്ട് ഇതിൽ വരയ്ക്കുന്നുള്ളൂ. അത് നമ്മൾ ഒരു അക്കൗണ്ടേ ഉള്ളൂ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. ആ അക്കൗണ്ടാണ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചു, ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ ചേഞ്ചിങ് ആണ്, ഒരു അക്കൗണ്ട് ഇതിലുള്ളൂ. അതിൻ്റെ അക്കൗണ്ടിൻ്റെ പേരെന്താണ്, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുന്ന അക്കൗണ്ടാണ്. രണ്ടാമത്തെ അക്കൗണ്ടാണ് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ 2 അക്കൗണ്ടാണ് ഉള്ളത്. ഒന്ന് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടും പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ടുമാണ് ഇതിലുള്ളത്. ഓക്കെ, ഈ 2ആണ് ഇതിൻ്റെ ബേസായിട്ട് നമുക്ക് മനസ്സിലാക്കി വയ്ക്കേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ അതിൻ്റെ ഡിഫറൻസും കൂടെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ആ പ്രോബ്ലത്തിലേക്ക് കടക്കാനായിട്ട് കഴിയും. ഓക്കെ, അതിൻ്റെ ഡിഫറൻസ് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ 2 അക്കൗണ്ട് വരയ്ക്കണം നമ്മൾ പറഞ്ഞു അല്ലേ. എന്തൊക്കെയാണ്, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടും പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ടും വരയ്ക്കണം. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ ഒരേ ഒരു അക്കൗണ്ട് വരച്ചാൽ മതി, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ യൂഷ്വലി നോ ചേഞ്ച് ഇൻ ക്യാപിറ്റൽ. ഇത് ഓൾറെഡി ഫിക്സഡ് ആയതുകൊണ്ട് ഇവിടെ എന്തുണ്ടാവില്ല, ക്യാപിറ്റലിൽ മാറ്റം ഉണ്ടാവില്ല. പക്ഷെ അതങ്ങനെയല്ലല്ലോ. നമ്മൾ എന്താ പറഞ്ഞ്, ഫ്ലക്ച്വേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ചേഞ്ചിങ് ആണ്. അപ്പോൾ ഇയർ ആഫ്റ്റർ ഇയർ ക്യാപിറ്റൽ ഈസ് ഫ്ലക്ച്വേറ്റിംഗ് ഇയർ ആഫ്റ്റർ. വർഷം തോറും ക്യാപിറ്റൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കും, ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കും. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ പോയിൻ്റ് നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ളത്. മൂന്നാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് ഓൾ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഇൻ കറണ്ട് അക്കൗണ്ട്. എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റ്സും നമ്മളിവിടെ എഴുതുക കറണ്ട് അക്കൗണ്ടാണ്. ഏതിൽ, ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റും നമ്മൾ എഴുതുന്നത് കറണ്ട് അക്കൗണ്ടിലാണ്. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ ഓൾ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഇൻ ക്യാപിറ്റൽ അക്കൗണ്ട്. എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റ്സും നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത് ക്യാപിറ്റൽ അക്കൗണ്ടിലാണ്. അടുത്ത പോയിൻ്റ് എന്ന് പറയുന്നത് 4th പോയിൻ്റാണ്, കറണ്ട് അക്കൗണ്ട് ആൻഡ് ക്യാപിറ്റൽ അക്കൗണ്ട് അപ്പിയേഴ്സ് ഇൻ ബാലൻസ് ഷീറ്റ് അല്ലേ. നിർബന്ധമായും ഇതിൽ 2 അക്കൗണ്ട് ഉള്ളതുകൊണ്ട് ബാലൻസ് ഷീറ്റിൽ എന്ത് ചെയ്തിരിക്കണം, 2 അക്കൗണ്ടും കാണിക്കണം. പക്ഷേ അതിലങ്ങനെയല്ല, ഓൺലി ക്യാപിറ്റൽ അക്കൗണ്ട് ആയതുകൊണ്ട് അത് മാത്രം എന്ത് ചെയ്താൽ മതി, ബാലൻസ് ഷീറ്റിൽ കാണിച്ചാൽ മതി. ലാസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി സ്പെസിഫിക്കലി മെൻഷൻ ഇൻ ദ ഡീഡ് അല്ലേ. നിർബന്ധമായി പാർട്ട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞിരിക്കണം എന്ത്, നിങ്ങൾ
ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് പ്രോബ്ലം ചെയ്യണം എന്നുള്ളത്. ഇല്ലെങ്കിൽ നമുക്ക് പറഞ്ഞിട്ടില്ലെങ്കിൽ ഏത് ഉപയോഗിക്കാം, നമ്മുടെ ഇതിലൊരിക്കലും നോട്ട് നെസസറി മെൻഷൻ ചെയ്തിട്ട് ഇതിലൊരിക്കലും എന്ത് ചെയ്യില്ല, നെസസറി അല്ല. നമുക്ക് ഈ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് വെച്ചിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാം. ഓക്കെ, ഇത്രയാണ് ഇതിൽ പറയാനായിട്ടുള്ളത്. ഒന്നും കൂടെ പറയാം. ഫിക്സഡിൽ 2 അക്കൗണ്ട് ഉണ്ടാവും. അതിൽ ക്യാപിറ്റലിൽ മാറ്റം ഉണ്ടാവില്ല. ഇതിൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് രേഖപ്പെടുത്തുന്നത് കറണ്ട് അക്കൗണ്ടിലാണ്. 2 കറണ്ട് അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും ബാലൻസ് ഷീറ്റിൽ കാണിക്കണം. അത് പാർട്ട്ണർഷിപ്പ് ഡീഡിൽ മെൻഷൻ ചെയ്തിരിക്കണം. ഒരു അക്കൗണ്ട് വരയ്ക്കണമെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ സ്പെസിഫിക്കലി മെൻഷൻ ചെയ്തിരിക്കണം. ഈ 5 പോയിൻ്റാണ് ഇതിലുള്ളത്. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ ഒരു അക്കൗണ്ടാണ് ഉള്ളത്, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. അത് ഇയർ ആഫ്റ്റർ ഇയർ മാറിക്കൊണ്ടേയിരിക്കും. അതേപോലെ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റ്സും റെക്കോർഡ് ചെയ്യേണ്ടത് ക്യാപിറ്റൽ അക്കൗണ്ടിലാണ്. ഇതിൽ ഒരു അക്കൗണ്ട് ഉള്ളതുകൊണ്ട് ആ അക്കൗണ്ട് മാത്രമേ നമുക്ക് അവിടെ കാണിച്ചാൽ മതി, ബാലൻസ് ഷീറ്റിൽ കാണിച്ചാൽ മതി. ഇതിൽ നമുക്ക് പാർട്ട്ണർഷിപ്പ് ഡീഡിൽ സ്പെസിഫിക്കലി മെൻഷൻ ചെയ്യണമെന്നൊന്നുമില്ല. നമുക്ക് ഇത് വെച്ചിട്ടാണ് നമ്മൾ കൂടുതൽ പ്രോബ്ലം ചെയ്യുക. ഓക്കെ, ഇതാണ് നിങ്ങൾക്ക് ഈ ഒരു പ്രോബ്ലം ബേസ്ഡ് തിയറിയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ളത്. ഇത് നന്നായി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വീഡിയോയിൽ എന്ത് ചെയ്യാം, പ്രോബ്ലം ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. നല്ലോണം ഇരുന്ന് പഠിക്കുക. ഡൗട്ട്സ് അവസാനം നമുക്ക് എല്ലാത്തിൻ്റെയും ഡൗട്ട്സ് ക്ലിയറിങ് സെക്ഷൻസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലാസ്സുകൾ വ്യക്തമാവും. നമ്മൾ ഇത് കഴിഞ്ഞ് നമ്മൾ ആപ്പിലേക്ക് പോകും. ആപ്പ് നിങ്ങൾ പർച്ചേസ് ചെയ്യുക. അതിനുള്ള ഇൻഫർമേഷൻസൊക്കെ കിട്ടും. പക്ഷേ നമുക്ക് ഇത് ഒരു വീഡിയോയും കൂടെ ഞാൻ പ്രോബ്ലം എന്നൊരു വീഡിയോ കൂടെ ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കും. താങ്ക് യു.